right. Turn left. ഇനിയും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. വഴി തെറ്റിയതുകൊണ്ട് നമ്മൾ റൂമിനെ ലക്ഷ്യമാക്കി ഇങ്ങനെ നടന്നു പോവുകയാണ്. ഒരു ഏകദേശം ധാരണ വെച്ചിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി ഇവിടുത്തെ സിറ്റിയിലെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ്. ഈ കാണുന്ന മാർക്കറ്റ് ഇതൊരു മാർക്കറ്റാണ്, സ്ട്രീറ്റാണ്. ഇവിടെ ഫുഡ് ഐറ്റംസും അതുപോലെ തന്നെ ഒരുപാട് ഷോപ്പുകളും ചെറിയ ഷോപ്പുകൾ ഒക്കെ ഉള്ള ഒരു മാർക്കറ്റാണ്. ഇത് നമ്മുടെ റൂമിൻ്റെ നേരെ മുമ്പിലുള്ള മാർക്കറ്റാണിത്. വളരെ മനോഹരമായ നിർമ്മിതികളാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. ഇതൊക്കെ ഇരുമ്പിൻ്റെ തൂണുകളാൽ നിർമ്മിച്ച, അതിൻ്റെ മുകളിൽ സീറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ട്. മുകളിലൊക്കെ ഫാനുകൾ, എല്ലാ കാലിലും ഓരോരോ ഫാനുകളുണ്ട്. ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട്. ചെറിയ നമ്മുടെ നാട്ടിലെ പെട്ടിപ്പീടിയ എന്നൊക്കെ പറയുന്നത് പോലെ ചെറിയ ചെറിയ ഷോപ്പുകൾ. ഇത് ഒരു പൂവിൻ്റെ ഷോപ്പാണ്. അതിൻ്റെ പുറത്ത് മലേഷ്യയിലെ വ്യത്യസ്ത തരം ഫുഡുകളുടെ ഒരു ഷോപ്പുണ്ട്. അതിനപ്പുറത്ത് ഒരു മിനി കൂൾ ബാർ ഉണ്ട്. വളരെ മനോഹരമായ ഒരു സ്ട്രീറ്റാണിത്. നല്ല വൃത്തിയുണ്ട് ഇവിടെയൊക്കെ കാണാൻ. ഇതിൻ്റെ ചുറ്റുഭാഗത്തും വലിയ വലിയ ബിൽഡിങ്ങുകളുണ്ട്. ഇത് അതിൻ്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ട്രീറ്റാണ്. നമ്മുടെ റൂം ഈ സ്ട്രീറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. മലേഷ്യയിലെ തന്നെ ഒരുപാട് വിസിറ്റേഴ്സും ടൂറിസ്റ്റുകളും വരുന്ന ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് ജലാഹൻ കസ്തൂരി എന്നാണ്. നമ്മൾ പള്ളി അന്വേഷിച്ച് പോവാണ്. മഗ്‌രിബും ഇശാവും നിസ്കരിച്ചിട്ടില്ല. ഇവിടെ അടുത്തൊക്കെ പള്ളി ഉണ്ടാവും, നമുക്കറിയാത്തത് കൊണ്ടായിരിക്കും. മലേഷ്യയിൽ ഒരുപാട് പള്ളികളുള്ള നാടാണ്. ഒരുപാട് മുസ്ലിമീങ്ങൾ മാത്രമല്ല എല്ലാ മതസ്ഥരും ഉണ്ട്. ഭൂരിപക്ഷം മുസ്ലിമീങ്ങളുള്ള നാടാണ് മലേഷ്യ. ഇവിടെ അടുത്തെവിടെയോ ഒരു പള്ളി ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ തക്ബീർ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, പക്ഷേ നമുക്കത് എവിടെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കുകയാണ് ഇനി. ഇപ്പോൾ നമ്മൾ ഫോണിൽ അടിച്ച് നോക്കിയപ്പോൾ ഒരു 10 മിനിറ്റ് നടന്നാൽ പള്ളി ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. മസ്ജിദുൽ ജാമിയ, അതുപോലെ തന്നെ ഇന്ത്യ മസ്ജിദ്, 2 മസ്ജിദിൻ്റെ പേര് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോവുകയാണ്. ഈ നഗരത്തിലൂടെ ഒഴുകുന്ന ഒരു നദിയാണിത്, പ്രധാനപ്പെട്ട നദിയാണ്. നമ്മൾ അതിൻ്റെ നടപ്പാതയിലൂടെയാണ്, സൈഡിലൂടെ ഉള്ള നടപ്പാതയിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. വളരെ മനോഹരമായ കൈവരികളും നല്ല നടപ്പാതകളും ഇവിടെ അവർ ചെയ്തു വച്ചിട്ടുണ്ട്. ഇതിൻ്റെ ചുറ്റുമുള്ള ബിൽഡിങ്ങുകളൊക്കെ കാണാനും അതിൻ്റെ അരികിലൂടെ ഒരു പുഴ ഒഴുകുന്നത് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. നമ്മളുടെ മുകളിൽ ഒരു പാലം കാണാം നമുക്ക്. ഈ പുഴയുടെ 2 കരകളെ ബന്ധിപ്പിക്കുന്ന പാലം. ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ഒരുപാട് പാലങ്ങളുണ്ട്. ഇത് വാഹനങ്ങൾ പോകാനുള്ളതല്ല, ആളുകൾക്ക് നടക്കാനുള്ള പാലമാണ്. ഈ പാലത്തിൻ്റെ വീതി കണ്ടപ്പോൾ അത്ഭുതം തോന്നിപ്പോയി. നമ്മുടെ നാട്ടിലൊക്കെ വാഹനങ്ങൾക്ക് പോകാനുള്ള അത്രത്തോളം വീതിയുണ്ട് ഇവിടുത്തെ പാലങ്ങൾക്ക്. ആളുകൾക്ക് നടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓവർ ബ്രിഡ്ജാണത്. ഈ പുഴയുടെ തീരത്ത് നമുക്ക് ഒരുപാട് വലിയ ബിൽഡിങ്ങുകളൊക്കെ കാണാം. അതുപോലെ തന്നെ ഇരിക്കാനുള്ള
ഇരിപ്പിടങ്ങളും ഫാമിലിയൊക്കെ ഒത്ത് സമയം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു നല്ല മനോഹരമായ സ്ഥലമാണ് ഈ പുഴയുടെ ഓരങ്ങൾ. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ നല്ല മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ പുഴയുടെ തീരത്തിലൂടെ നടന്ന് നമ്മളിപ്പോൾ ഒരു റോട്ടിലെത്തിയിട്ടുണ്ട്, മെയിൻ റോട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് ദൂരം കൂടിയേ മസ്ജിദുൽ ജാമിയയിലേക്ക് കാണിക്കുന്നുള്ളൂ. പള്ളിയിലേക്ക് പോയാൽ അവിടെ പള്ളി ക്ലോസ് ചെയ്തിട്ടുണ്ടോയെന്നൊന്നും നമുക്കറിയില്ല. അപ്പം നമ്മൾ പോയി നോക്കുകയാണ്. ഇവിടുത്തെ റോഡുകളൊക്കെ നല്ല മനോഹരമായ റോഡുകളാണ്. നമ്മുടെ നിരത്തുകളിലൊക്കെ കാണാത്ത പല രൂപത്തിലുള്ള വാഹനങ്ങളും കാറുകളുമൊക്കെ നമുക്ക് മലേഷ്യയിൽ കാണാൻ സാധ്യമാകും. സമയം 10 മണിയായിട്ടുണ്ട്. ഇവിടുത്തെ ബസ്സുകളൊക്കെ ഇപ്പോഴും നല്ല നിലയിൽ ഓടുന്നുണ്ട്. ഏത് സമയത്തും ഗതാഗത സൗകര്യവും ഉള്ള ഒരു സിറ്റിയാണ് ക്വാലാലംപൂർ സിറ്റി. ടാക്സി ആയാലും മെട്രോകളായാലും ട്രെയിനുകളായാലും അതുപോലെ തന്നെ ബസ്സുകളും എല്ലാ സൗകര്യങ്ങളും ഗതാഗതത്തിന് ഏത് സമയത്തും സൗകര്യമുള്ള ഒരു സിറ്റിയാണ് ക്വാലാലംപൂർ സിറ്റി. നമ്മൾ റൂമിൽ വെച്ചിട്ടാണ് ളുഹറും അസ്റും ഒക്കെ നിസ്കരിച്ചത്. വന്നപ്പം തന്നെ നല്ല ക്ഷീണമുള്ള കാരണത്താൽ നമ്മൾ ളുഹറും അസ്റും നിസ്കരിച്ച് കിടന്നതാണ്. പിന്നെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുമില്ല. ഇനി മഗ്‌രിബും ഇശാവും ഒരുമിച്ച് ജമ്മും കസ്റുമാക്കി നിസ്കരിക്കണം. എന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കണം. ഈ സിറ്റിയിലൂടെ രാത്രിയുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മളൊക്കെ ഒന്ന് ഇറങ്ങിയത്. നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ സ്ഥലങ്ങളൊക്കെ. 10 മിനിറ്റ് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്ഥലമാണിത്. പക്ഷേ ഇവിടുത്തെ വഴികളൊന്നും ശരിക്കും പരിചയമില്ലാത്തത് കൊണ്ട് നമ്മൾ ഫോണിലെ മാപ്പ് ഉപയോഗിച്ചിട്ടാണ് യാത്ര ചെയ്യുന്നത്. ഈ കാണുന്നതാണ് മസ്ജിദുൽ ജാമിയ എന്ന് തോന്നുന്നു. മനോഹരമായ ഒരു പള്ളിയാണിത്. അപ്പം നമ്മൾ അവിടേക്കാണ് ഇപ്പോൾ ഇനി പോകുന്നത്. നമ്മുടെ ഫോണിൽ ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. ഇതാണ് മസ്ജിദുൽ ജാമിയ എന്ന് പറഞ്ഞിട്ട് ആ കാണുന്നത്. ഇവിടുത്തെ പള്ളികൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാവില്ല. കാരണം ഇവിടുത്തെ എല്ലാ നിർമ്മിതികൾക്കും കോടതികൾക്കും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പല സ്ഥാപനങ്ങൾക്കും മിനാരങ്ങളും കുബ്ബകളുമുള്ള കാരണത്താൽ നമുക്ക് പള്ളി ഏതാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധ്യമല്ല. ഈ പുഴയുടെ തീരത്തിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നല്ലൊരു ഉന്മേഷമുണ്ട്. ഈ പുഴയുടെ നടവഴിയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ മനോഹരമായ കാഴ്ചയാണ്. അവിടെ പുഴയുടെ 2 സൈഡുകളിലും ലൈറ്റുകളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു വാട്ടർ ഷോ ഉണ്ട്. പള്ളിയുടെ മുകളിൽ ഇത് തന്നെയാണ് മസ്ജിദുൽ ജാമിയ എന്ന് പറയുന്ന പള്ളി. മലേഷ്യയിലെ പ്രസിദ്ധമായൊരു പള്ളിയാണ്. ആ പള്ളിയുടെ മുകളിൽ ക്വാലാലംപൂർ എന്നുള്ള ഒരു നെയിം ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്.
പള്ളിയിലേക്ക് എത്തണമെങ്കിൽ ഇനിയും കുറച്ച് ദൂരം നടക്കണം. നമ്മുടെ പുഴയുടെ അപ്പുറത്ത് നമ്മൾ പള്ളി കാണുന്നുണ്ടെങ്കിലും ഇനിയും മുന്നോട്ട് നടന്നതിന് ശേഷം അവിടെ ഒരു പാലമുണ്ട്. ആ പാലം കയറി അപ്പുറം കടക്കണം, എങ്കിലേ നമുക്ക് പള്ളിയിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. ദൂരെ പല രൂപത്തിലുള്ള പല ആകൃതിയിലുള്ള മനോഹരമായ ബിൽഡിങ്ങുകൾ നമുക്ക് കാണാം. അവിടെ ഒരു വലിയ എന്തോ ഒരു സർക്കാർ സ്ഥാപനമുണ്ട്. പള്ളിയെ പോലെയുള്ള മിനാരങ്ങളും കുബ്ബകളുമൊക്കെയുള്ള ഒരു സ്ഥാപനം. ആ പാലത്തിലൂടെയാണ് നമ്മൾ അപ്പുറം കടക്കേണ്ടത്. ആ പാലത്തിലൊക്കെ ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ട്, ഒരുപാട് ഫാമിലി, അതുപോലെ തന്നെ ഈ സുന്ദരമായ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കാൻ വന്ന ഒരുപാട് ആളുകളെ നമുക്ക് ആ പാലത്തിൽ കാണാൻ കഴിയും. നമ്മളിനി ആ പാലത്തിലേക്കാണ് പോകുന്നത്. ആ പാലം മുറിച്ച് കടന്നതിന് ശേഷമേ നമുക്ക് അപ്പുറത്തേക്ക് എത്താൻ കഴിയുകയുള്ളൂ. ഇതൊക്കെ ഇവിടുത്തെ എന്തോ പ്രധാനപ്പെട്ട ബിൽഡിങ്ങുകളാണെന്ന് തോന്നുന്നു. ഒക്കെ പള്ളിയുടെ രൂപത്തിലുള്ള മിനാരങ്ങളും അതുപോലെയുള്ള ആർച്ചുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ആ പുഴയുടെ മുകളിലുള്ള പാലത്തിലാണ്. ഇവിടെ നിന്ന് നമ്മൾ ചുറ്റുഭാഗത്തേക്കും നോക്കുമ്പോൾ വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഫോണിലൂടെ കാണുമ്പോൾ അതിൻ്റെ ഭംഗി എത്രത്തോളം ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ നിന്ന് നമ്മൾ നേരിട്ട് കാണുന്ന കാഴ്ചകൾ അത് അതിമനോഹരമായ കാഴ്ചകളാണ്. പുഴയുടെ രണ്ട് ഭാഗത്തും അലങ്കാര വിളക്കുകളൊക്കെ വെച്ച് നല്ല തെളിഞ്ഞ ഒഴുകുന്ന പുഴ. ഈ നഗരത്തിലൂടെ ഒഴുകുന്ന പുഴയായിട്ട് പോലും അതിൽ മാലിന്യങ്ങളൊന്നുമില്ല, വേസ്റ്റോ മാലിന്യങ്ങളോ ഒന്നുമില്ലാതെ നല്ല സുന്ദരമായി ഒഴുകുന്ന പുഴ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഇതിൻ്റെ അടുത്തൊക്കെ മസ്ജിദുൽ ജാമിഅൻ്റെ അടുത്തുള്ള ബിൽഡിങ്ങാണിത്. വളരെ മനോഹരമായ ബിൽഡിങ്ങുകൾ. അതിൻ്റെ അപ്പുറത്ത് വലിയ വലിയ ഒരുപാട് കെട്ടിടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ നമ്മൾ മസ്ജിദുൽ ജാമിഅൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അതിൻ്റെ മുൻവശത്തുള്ള റോഡാണിത്. നമ്മൾ മസ്ജിദുൽ ജാമിഅയിലേക്ക് എത്തിയിട്ടുണ്ട്. പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയില്ല, കാരണം ഇവിടുത്തെ ഗേറ്റൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാത്രി നമുക്ക് ഇവിടെ നിന്ന് നിസ്കരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇശാവും മഗ്‌രിബും നമുക്കിവിടെ നിന്ന് നിസ്കരിക്കാമെന്നായിരുന്നു കരുതിയത്. അപ്പോൾ ഇവിടെ നിന്ന് നിസ്കരിക്കാൻ കഴിയുകയില്ല, ഇവിടുത്തെ ഗേറ്റൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത മസ്ജിദായ ഇന്ത്യ മസ്ജിദിലേക്ക് പോവുകയാണ്. ഇവിടെ നിന്നും ഒരു 10 മിനിറ്റോളം ഇനിയും നടക്കാനുണ്ട് ഇന്ത്യ മസ്ജിദിലേക്ക്. അപ്പോൾ ഇനി നമ്മൾ ഇന്ത്യ മസ്ജിദിലേക്ക് പോവുകയാണ്. നമ്മൾ വന്ന വഴിയിലൂടെയല്ല, മറ്റൊരു വഴിയിലൂടെയാണ് ഇനി നമ്മൾ പോകുന്നത്. ഇത് മസ്ജിദുൽ ജാമിഅൻ്റെ നമ്മൾ വന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ്. പുഴയുടെ ഭാഗത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത്, ഓപ്പോസിറ്റ് സൈഡിലൂടെ. ഇവിടെ നിന്ന് നമുക്ക് മസ്ജിദിൻ്റെ മറ്റൊരു വശം കാണാം. മസ്ജിദിൻ്റെ യഥാർത്ഥമായ രൂപം കാണുന്നത് ഇവിടെ നിന്നാണ്. അതിൻ്റെ മുൻവശം നല്ല ഭംഗിയുണ്ട്. ഇവിടെ നിന്ന് മസ്ജിദിൻ്റെ മുൻവശം കാണാൻ നല്ല മനോഹരമായ ഭംഗിയുള്ള കാഴ്ചയാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ നേരത്തെ വന്ന വഴിയാണ് അപ്പുറത്ത് കാണുന്നത്. നമ്മൾ അതിലൂടെ പാലം മുറിച്ച് കടന്ന് പള്ളിയുടെ മുൻവശത്തൂടെയാണ് ഇപ്പോൾ തിരിച്ചിങ്ങോട്ട് വരുന്നത്. ഇവിടെ നിന്നാണ് പള്ളിയുടെ മുൻവശം ശരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്.
മസ്ജിദുൽ ജാമിയയിൽ നിന്നും മഗ്‌രിബും ഇശാവും നിസ്കരിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ അപ്പുറത്തുള്ള ഇന്ത്യ മസ്ജിദിലേക്ക് പോവുകയാണ്. ഇവിടെ നിന്നൊരു 10 മിനിറ്റ് നടക്കാനുണ്ട്. അതിനു മുമ്പ് ഭക്ഷണം കഴിക്കണം. രാവിലെ ഭക്ഷണം കഴിച്ചതാണ്, പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. നമ്മൾ നല്ല വിശപ്പുണ്ട്. സമയം 10:30, ഏകദേശം 10:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കണം നമസ്കരിക്കുന്നതിന് മുമ്പായിട്ട്. നമ്മൾ തായ്ലൻഡ്, മലേഷ്യ ഇതുപോലെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായി ചിലവ് കുറഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത് 7-Eleven എന്ന് പറയുന്ന ഇതുപോലെയുള്ള സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നാണ്. അപ്പം 24 മണിക്കൂറും തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ് 7-Eleven. ഇത് 8 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ്. എല്ലാ സിറ്റികളിലും നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നമുക്ക് ഭക്ഷണങ്ങളൊക്കെ പാഴ്സൽ വാങ്ങാൻ പറ്റും. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം നമുക്കിവിടെ നിന്ന് തിരഞ്ഞെടുക്കാം. ഇവിടെ ചോറും അതുപോലെ തന്നെ പലവിധ ഭക്ഷണങ്ങളും നമുക്കിവിടെ ലഭ്യമാണ്. എല്ലാ സാധനങ്ങളുടെയും വില അതിൻ്റെ മുമ്പിൽ തന്നെ രേഖപ്പെടുത്തി വെക്കുന്നത് കൊണ്ട് നമുക്ക് വളരെ എളുപ്പമാണ്. ഇപ്പം ഈ ഒരു ഭക്ഷണത്തിന് 9.90 റിങ്കറ്റാണ്. ഏകദേശം നാട്ടിലെ 150 രൂപയുടെ മുകളിലായി. നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ തന്നെ 150, 160, 200 രൂപയൊക്കെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ നാട്ടിലെ രൂപ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ചിലവാകും. അപ്പം മലേഷ്യയിൽ നല്ല എക്സ്പെൻസാണ്. നമ്മളെ ഒരു ടൂറിസ്റ്റൊക്കെ വന്ന് പോകുമ്പോൾ ഭക്ഷണം നമ്മൾ ബഡ്ജറ്റ് ട്രിപ്പൊക്കെ ആകുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ഉള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് പരമാവധി ചിലവ് ചുരുക്കാൻ ശ്രമിക്കണം. ഭക്ഷണം നമുക്ക് വേണമെങ്കിൽ പാർസലാക്കാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ചൂടാക്കി നമുക്ക് ഇവിടെ നിന്ന് തന്നെ കഴിക്കാം, അല്ലെങ്കിൽ റൂമിലേക്ക് കൊണ്ടുപോകാം. നമ്മളിന്ന് ഇവിടെ ഓവനുണ്ട്, ഇതിൽ വെച്ച് ചൂടാക്കുകയാണ്. നമുക്ക് റൂമിലേക്ക് ഇനി കൊണ്ടുപോകാനുള്ള സമയമില്ല, അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ കഴിക്കുകയാണ്. നമ്മുടെ ഭക്ഷണം ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കഴിക്കാൻ പോവുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് സ്പൂണ് ലഭിക്കും. ആ സ്പൂണ് വാങ്ങിയതിന് ശേഷം നമ്മൾ ഇവിടെ തന്നെ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. ചിക്കൻ സോസേജ് ഫ്രൈഡ് റൈസാണ്. നല്ല രുചിയുള്ള ഭക്ഷണമാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്നും ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി ഇനി പള്ളിയിലേക്ക് പോവുകയാണ്. ഈ റോഡ് സൈക്കിളിന് പോകാൻ വേണ്ടി മാത്രം പ്രത്യേകമായ റോഡിലൊരു ലൈനുണ്ട്. ഈ റോഡിലൂടെ സൈക്കിൾ മാത്രമേ പോകാൻ പാടുള്ളൂ. റൈറ്റ് ഇന്ത്യ മസ്ജിദ്. നമ്മൾ ഇന്ത്യ മസ്ജിദിലേക്ക് പോകുന്ന വഴിക്ക് ഈ റോഡ് സൈഡിൽ നമ്മൾ ഒരു റോബോട്ടിനെ കണ്ടു. ഒരുപാട് ആളുകൾ അതിനെ കൂടെ നിർത്തി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. നല്ല ഒരു കാഴ്ചയാണത്. നമ്മൾ ഒരുപാട് ദൂരം നടന്നു. ഇവിടുത്തെ വഴിവിളക്കുകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇവിടുത്തെ വഴിവിളക്കുകളൊക്കെ മനോഹരമായി, നമുക്ക് ഇങ്ങനെയുള്ള വഴിവിളക്കുകൾ ഒരുപാട് സ്ഥലങ്ങളിൽ കാണാൻ കഴിയും. ഈ സിറ്റിയുടെ പല ഭാഗങ്ങളിൽ നമ്മളിപ്പോൾ ഇങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ദൂരം നടന്നു. ഇനിയും കുറച്ച് മുന്നോട്ട് നടന്നാൽ നമുക്ക് ഇന്ത്യ മസ്ജിദിലെത്താം. അവിടെ മുകളിലൂടെ ഒരു മെട്രോ ട്രെയിൻ പോകുന്നത് നമുക്ക് കാണാം.
മെയിൻ റോഡിൽ നിന്ന് നമ്മൾ ഒരു പോക്കറ്റ് റോഡിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഈ റോട്ടിലാണ് ഇന്ത്യ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോയി നോക്കുകയാണ്. മിക്കവാറും അതും ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. നല്ല മനോഹരമായൊരു സ്ട്രീറ്റാണിത്. നല്ല ഭംഗിയുണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ. ഒരുപാട് ഇന്ത്യക്കാർ കൂടുതൽ ജോലി ചെയ്യുന്ന, ഇന്ത്യക്കാരുടെ കൂടുതൽ സ്ഥാപനങ്ങളും കടകളുമൊക്കെ സ്ഥിതി ചെയ്യുന്നൊരു സ്ട്രീറ്റാണിത്. ഇന്ത്യ മസ്ജിദും ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി പള്ളി അന്വേഷിച്ച് നടന്നിട്ട് കാര്യമില്ല. ഇവിടുത്തെ ഇമാമ് നമ്മളോട് പറഞ്ഞത് ഒരു 10 മണിയാകുമ്പോഴേക്കും ഏകദേശം പള്ളികളൊക്കെ ക്ലോസ് ചെയ്യുമെന്നാണ്. അപ്പോൾ നമ്മളിനി റൂമിലേക്ക് പോവുകയാണ്. ഇനി മഗ്രിബും ഇശാവും റൂമിലെത്തിയിട്ട് നമസ്കരിക്കാമെന്ന് കരുതി. ഇൻഷാ അല്ലാഹ്. അപ്പം അതാണ് ടിൻസ് ടവർ, മലേഷ്യയിലെ ഏറ്റവും ഐക്കോണിക്കായ, മലേഷ്യ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്ന ടിൻസ് ടവറാണത്, പെട്രോനസ് ടവർ. അതിൻ്റെ നേരെ അരികിൽ കാണുന്നതാണ് കൊലാലംപൂർ ടവർ. നമ്മൾ വീഡിയോയിൽ അടുത്താണ് കാണുന്നതെങ്കിലും അങ്ങോട്ട് നടന്നെത്തണമെങ്കിൽ 1 കിലോമീറ്ററോളം നടക്കാനുണ്ട്. വളരെ മനോഹരമായ ഒരു ടവറാണ്. അതിൻ്റെ നേരെ അപ്പുറത്ത് കാണുന്നതാണ് ടിൻസ് ടവർ. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണത്. KL ടവറും അതുപോലെ തന്നെ കോലാലംപൂരിലെ, അതായത് മലേഷ്യയിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ടിൻസ് ടവറുമാണ് കാണുന്നത്. നമ്മൾ നിൽക്കുന്നിടത്ത് നിന്നും പെട്രോനാസ് ടിൻ ടവേഴ്സിൻ്റെ അവിടേക്ക് 2 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് അതിൻ്റെ, നമ്മൾ കാണുമ്പോൾ തോന്നുന്നതിൻ്റെ അടുത്താണെന്ന്. പക്ഷേ ഇവിടുന്ന് നടന്നു പോകുമ്പോൾ 2 കിലോമീറ്റർ നടക്കാനുണ്ട്. മലേഷ്യയിലെ ഇപ്പോഴത്തെ സമയം 11:13. അപ്പോൾ നാട്ടിൽ 8:43. നമ്മൾ ഇന്ത്യ മസ്ജിദിൽ നിന്നും റൂമിലേക്ക് വരുമ്പോൾ കണ്ട കാഴ്ചയാണ് KL ടവറും പെട്രോനാസ് ടവറും. നമ്മളിപ്പോൾ മാപ്പിൽ നോക്കിയിട്ടാണ് യാത്ര ചെയ്യുന്നത്. ശരിക്കും നമ്മൾ മാപ്പിൽ നോക്കുമ്പോൾ റൂമിലേക്ക് പല വഴികൾ കാണിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ചിലപ്പോൾ 2 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്, ചിലപ്പോൾ 1.5 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. എന്തായാലും നമ്മളിങ്ങനെ നടന്നു പോവുകയാണ്. ഇവിടുത്തെ വഴികളൊന്നും ശരിക്കും അറിയാത്തത് കൊണ്ട് ചെറിയ പ്രയാസവും ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ട്. എന്നിരുന്നാലും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇവിടുത്തെ വഴികളൊക്കെ നല്ല മനോഹരമായ വഴികളാണ്, നടപ്പാതകളൊക്കെ. നമുക്ക് ഇവിടെ വേസ്റ്റോ കച്ചറകളോ ഒന്നും കാണാൻ കഴിയുകയില്ല. നമ്മുടെ നാട്ടിലേതുപോലെ ഇവിടെ വൃത്തിഹീനമായ ഒരു അന്തരീക്ഷമോ നടപ്പാതകളോ ഒന്നും നമുക്കിവിടെ കാണാൻ കഴിയില്ല. നല്ല മനോഹരമായ വഴികളും നടപ്പാതകളുമൊക്കെ ആണ് ഇവിടെ ഉള്ളത്. റോഡിൻ്റെ ഇരുവശങ്ങളിലൊക്കെ മരങ്ങളും ചെടികളുമൊക്കെ വെച്ച് പിടിപ്പിച്ച് മനോഹരമായി ഇവർ പരിപാലിക്കുന്നുണ്ട്. ദൂരെ നമ്മുടെ റൂമിൻ്റെ അരികിൽ നേരത്തെ കണ്ട ആ വലിയ ബിൽഡിങ് ഇവിടെ നിന്ന് കാണുന്നുണ്ട്. നമ്മൾ പുഴയുടെ വക്കിൽ കണ്ട ആ വലിയ ബിൽഡിങ്. അപ്പോൾ നമ്മളിനി അത് ലക്ഷ്യമാക്കിയിട്ടാണ് യാത്ര ചെയ്യുന്നത്. നമ്മളുടെ മാപ്പിൽ നോക്കിയിട്ട് നമുക്ക് റൂട്ടൊന്നും ശരിക്കും മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മൾ ആ ബിൽഡിങ്ങിനെ ലക്ഷ്യമാക്കി നടന്ന് പോവുകയാണ്.
ബിൽഡിങ് നമ്മൾ നേരത്തെ കണ്ടിരുന്ന അതിന് ലക്ഷ്യമാക്കി നടന്നു. ഇപ്പോൾ ബിൽഡിങ് കാണുന്നില്ല. ഇനിയും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. വഴി തെറ്റിയത് കൊണ്ട് നമ്മൾ റൂമിനെ ലക്ഷ്യമാക്കി ഇങ്ങനെ നടന്നു പോവുകയാണ്. ഒരു ഏകദേശം ധാരണ വെച്ചിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇൻഷാ അല്ലാഹ് നമ്മൾ റൂമിലെത്തും. നമ്മളിവിടെ നമ്മുടെ നാട്ടിലേതുപോലെ വലിയ പ്രയാസമൊന്നും നമുക്കില്ല. എല്ലാ സ്ഥലങ്ങളിലും വെളിച്ചവും നല്ല വൃത്തിയുള്ള വഴികളുമൊക്കെ ആയതുകൊണ്ട് നമുക്ക് പേടിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. Turn left. അപ്പോൾ നമ്മളെ വഴി പല രൂപത്തിലാണ് ഇപ്പോൾ ഫോണിൽ കാണിക്കുന്നത്. നമുക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഏകദേശം 12 മണി കഴിഞ്ഞു. ഇപ്പം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളെ റൂമിൻ്റെ അടുത്തുള്ള ആ വലിയ ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ ഇവിടെ നിന്ന് കാണുന്നുണ്ട്. ആ റോസ് കളറിൽ ദൂരെ. നമ്മളിത് ഇനി അതിനെ ലക്ഷ്യമാക്കിയിട്ടാണ് പോകുന്നത്. നമ്മൾ ആ ഭാഗത്തേക്ക് യാത്ര ചെയ്യുകയാണ്. ഇതൊരു ചെറിയ പോക്കറ്റ് റോഡാണ്. ഏകദേശം നമ്മൾ ആ ബിൽഡിങ്ങിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. നമ്മളെ റൂമിൻ്റെ അടുത്ത് എത്താനായിട്ട് നമ്മൾ Turn right. Turn left. മാപ്പ് ഇപ്പോഴും നമ്മളുടെ കറക്റ്റ് വഴി കാണിച്ചു തന്നിട്ടില്ല. നമ്മൾ ഏകദേശം ഈ സ്ഥലം പരിചയമുണ്ട്. രാവിലെ വന്ന് ബസ് ഇറങ്ങിയ സ്ഥലമാണിത്. അപ്പം നമ്മൾ ഇപ്പം റൂമിൻ്റെ മുമ്പിലെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ നിസ്കരിക്കണം. ഒരുപാട് നടന്ന കാരണത്താൽ നല്ല ക്ഷീണമുണ്ട്. നന്നായി ഉറങ്ങണം. മലേഷ്യയിലെ ബാക്കി കാഴ്ചകളൊക്കെ ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.